അനുവിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് നൂറ എത്തിയിരിക്കുന്നത്. ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ നൂറ അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് റിയാക്ട് ചെയ്യാൻ. ഇന്ന് തന്നെ നെവിൻ ഇവളുടെ അടുത്ത് വന്നുകൊണ്ട് ആവശ്യമില്ലാതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അനു അതിനിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ അനു പറയുന്നുണ്ട്, എടി എനിക്ക് ദേഷ്യം വരും വെറുതെ എന്നെ കയറി ഇങ്ങനെ ചൊറിയുമ്പോൾ. ഇന്നലെ തന്നെ അവൻ അറിയാമായിരുന്നു അവൻ എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ട്രി എന്ന് വിളിച്ചാൽ ഞാൻ അവന്റെ അമ്മുമ്മയെ കയറി വിളിക്കുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചിട്ടും അവനത് നിർത്തിയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അവന്റെ അമ്മുമ്മയെ വിളിക്കുന്നത് കുഴപ്പമില്ലാത്തത് കൊണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട്, നീ അവന് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ നിന്ന് കൊടുക്കരുത്. നീ മിണ്ടാ നിന്നപ്പോൾ അവൻ ഒതുങ്ങിയില്ലേ? നെവിനാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തു നിൽക്കാണ് നിന്റെ പുറകെ വരാൻ. അപ്പോൾ അനു പറയുന്നുണ്ട്, നെവിന്റെ ആഴ്ചത്തെ ടാർഗറ്റ് ഫുള്ള് എന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഇവിടെ നിന്ന് പോകുന്നത് വരെ ഞാൻ അവനോട് മിണ്ടില്ല. ടാസ്കുകളെല്ലാം വരുമ്പോൾ മിണ്ടാന്നല്ലാതെ വേറെ ഒന്നിനും മിണ്ടില്ല എന്നെല്ലാം അനു പറയുമ്പോൾ നൂറ പറയുന്നുണ്ട്, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നീ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് നൂറ അവിടെ അനുവിന് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെവിൻ നോമിനേഷന് ശേഷം മനുവിനെ നന്നായിട്ട് ടാർഗറ്റ് എല്ലാം ചെയ്ത് കിട്ടുന്ന അവസരത്തിലെല്ലാം മനുവിന് പണി കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ നെവിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അനു അതിൽ പിടിച്ചു തൂങ്ങി പിന്നെ അവിടെ വലിയ വിഷയമാകും. എന്തായാലും മനുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന നൂറയെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.